ഭക്തജനങ്ങളെ, അനാദിയായ പ്രപഞ്ചത്തിൻ്റെ നിശബ്ദ വീതികളിൽ ഓംകാര ശബ്ദത്തിൻ്റെ ഉണർത്തുപാട്ടായി സർവചരാചരങ്ങൾക്കും ജഗത് പാലകനായി വിശ്വപ്രപഞ്ചത്തിൻ്റെ ജഗദീശ്വരനായി എള്ളിലെണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്ന അമ്പിളിക്കലയെയും ഗംഗയെയും ജടയിൽ ചൂടിയ സാക്ഷാൽ ജടാധരൻ കുടികൊള്ളും നെട്ടണികെ മഹത്തോബാര ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കാലം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിരുദ്ര മഹായാഗവും 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സ്വയംഭൂ ഗുഹാപ്രവേശവും വാർഷിക ഭൂതബലി ഉത്സവവും 2017 ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടപ്പെടുകയാണ്. ഈ ധന്യവേളയിലേക്ക് ഏവർക്കും ഭക്തിനിർഭരമായ സ്വാഗതം. മണ്ണിനും വിണ്ണിനും അനുഗ്രഹമേകി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥയിലേക്ക് ഒരു എത്തിനോട്ടം. ഗരാസുര രാക്ഷസൻ പാപപരിഹാരത്തിനായി 3 ശിവലിംഗങ്ങളുമായി കാശിയിൽ നിന്ന് മണ്ണിനടിയിലൂടെ പുറപ്പെട്ടു. സ്ഥലം എത്തിയോ എന്നറിയുവാൻ ഭൂമിക്ക് മുകളിലേക്ക് എത്തിനോക്കിയ ഗരാസുരൻ്റെ വായിൽ വച്ചിരുന്ന ശിവലിംഗം ഭൂമിയിൽ സ്പർശിച്ചു. മണ്ണിൽ സ്പർശിച്ച ശിവലിംഗം ഗരാസുരൻ അവിടെ ഉപേക്ഷിച്ച് യാത്ര തുടർന്നു. കാലമേറെ കഴിഞ്ഞ് നെട്ടോണി മൊഗേരി വംശത്തിൽപ്പെട്ടവർ കാട്ടുകിഴങ്ങിനായി എത്തിയപ്പോൾ കയ്യിലുള്ള കത്തി ശിവലിംഗത്തിൽ തട്ടി ചോരയൊഴുകുന്ന ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുവാൻ അന്നത്തെ നാട്ടുരാജാവ് കൽപ്പന ചെയ്തു. നെട്ടോണി എന്ന നാമം കാലാന്തരത്തിൻ്റെ മഴവെള്ളപ്പാച്ചിലിൽ ഇന്ന് നെട്ടണികെ എന്ന നാമധേയത്തിൽ അറിയപ്പെടുകയാണ്. ഭൂമിക്കടിയിൽ നിന്നും ഖരാസുരൻ പുറത്തേക്ക് വന്ന വഴിയാണ് ഭക്തിയുടെ ഈറ്റില്ലമായ ജാംബ്രി ഗുഹ. കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബൻതാജെ വനത്തിലാണ് ജാംബ്രി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഈ പുണ്യഭൂമിയിലാണ് ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ ജാംബ്രി മഹോത്സവം നടക്കുന്നത്. ജാംബ്രി മഹോത്സവത്തിൽ പങ്കെടുക്കുവാനും ദേവന്റെ അനുഗ്രഹത്തിനുമായി ഭക്തജനലക്ഷങ്ങളെ ക്ഷേത്രത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ മഹത്വം 7 കടലും കടന്ന് കാതിൽ നിന്ന് കാതിലേക്ക് വ്യാപിക്കുമ്പോൾ ക്ഷേത്രോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ജനലക്ഷങ്ങളായിരിക്കും. 12 ദിവസത്തെ തപോധ്യാനത്തിലൂടെ ബ്രഹ്മശ്രീ വേദമൂർത്തി വാസുദേവ തന്ത്രി, ബ്രഹ്മശ്രീ വേദമൂർത്തി രവീശ തന്ത്രി കുണ്ടാർ അവരുടെ മഹനീയതയിൽ ഗുരുതുല്യരായ പൂർവികരും ആചാര്യശ്രേഷ്ഠരും കാണിച്ചു തന്ന വഴികളിലൂടെ ഭക്തിനിർഭരമായ ശിവനാമ പ്രാർത്ഥനയോടുകൂടി 48 ദിവസം അജ്ഞാതരായി ശിവനാമസ്മരണയിൽ അനുഗ്രഹീതരായി സ്വയംഭൂ ഗുഹാപ്രവേശനത്തിനായി കാവാടന്മാർ വ്രതവും നോറ്റിരിക്കുകയാണ്. മൊഗേരു വംശത്തിൽപ്പെട്ട കാവാടന്മാരും കുളത്തിലപ്പാറ തറവാട്ടിലെ കാരണവരും സ്ഥാനിക ബ്രാഹ്മണരും പ്രധാന തന്ത്രിയും കൂടി പ്രാർത്ഥനയോടും ഭയഭക്തിയോടും സ്വയംഭൂ ഗുഹാപ്രവേശനം നടത്തി 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൂജയും കഴിഞ്ഞ് പുറത്തു കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ പുണ്യപ്രസാദമായ പൃഥുകവും അമൃതതുല്യമായ ദേവന്റെ കഞ്ഞിപ്രസാദവും നൽകും. നാടിൻ്റെ സർവ്വ ഐശ്വര്യത്തിനും നിലവിളക്കായി മഹാപുണ്യം പോലെ നമ്മെ സംരക്ഷിച്ചു പോന്ന നെട്ടണികെ മഹത്തോബാര ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ നടക്കുന്ന ജാംബ്രി മഹോത്സവത്തിലേക്ക് ഏവർക്കും ഭക്തിനിർഭരമായ സ്വാഗതം.